മലയാളത്തിലെ എക്കാലത്തെയും വലിയ സംവിധായകൻ ഫാസിൽ സംവിധാനം ചെയ്ത അനിയത്തി പ്രാവ് എന്ന സിനിമയിലൂടെ അഭ്രപാളികളിലേക്ക് അരങ്ങേറ്റം കുറിച്ച സുന്ദരനായ യുവാവാണ് കുഞ്ചാക്കോ ബോബൻ. മലയാള സിനിമയിൽ നന്നായി ഡാൻസ് കളിക്കുകയും അത്യാവശ്യം ആവറേജായി അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു ചോക്ലേറ്റ് ബോയിയുടെ ഉദയം എന്ന് തന്നെ പറയാം. അനിയത്തി പ്രാവിലെ സുധി എന്ന കഥാപാത്രത്തെ കേരളക്കര മനസാ സ്വീകരിച്ചു. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും. പിന്നീട് അങ്ങോട്ട് പ്രണയകഥകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു മലയാള സിനിമയിൽ. കുറേ കാലം അച്ചിൽ വാർത്ത പോലത്തെ ചിത്രങ്ങളിൽ കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ എവിടെയോ ഒരു ക്ലച്ച് മിസ്സിംഗ് സംഭവിച്ചതായി അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നീട് അദ്ദേഹം ഒരു വലിയ ഇടവേള എടുത്തു. ഈ സമയത്ത് തന്നെ അദ്ദേഹം വിവാഹിതനുമായി. പിന്നീട് ലോലിപോപ്പ് എന്ന സിനിമയുമായി തിരിച്ചു വന്നു. ലാൽ ജോസ് സംവിധാനം ചെയ്ത എൽസമ്മ എന്ന ആൺകുട്ടിയിലെ പാലുണ്ണി എന്ന ഗ്രാമീണ കഥാപാത്രം വളരെയധികം പ്രേക്ഷക പ്രശംസ നേടി. വളരെയധികം സിനിമാ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് കുഞ്ചാക്കോ ബോബൻ്റെ ജനനം. ഇദ്ദേഹത്തിൻ്റെ മുത്തശ്ശനാണ് ഉദയ സ്റ്റുഡിയോ തുടങ്ങിയത്. മലയാള സിനിമയിൽ വടക്കൻ പാട്ടുകളും മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന 3D സിനിമയും അങ്ങനെ അനേകം പരീക്ഷണ ചിത്രങ്ങൾ തുടങ്ങിവെച്ച സ്ഥാപനമാണ് ഉദയ സ്റ്റുഡിയോ. സംവിധായകൻ ഫാസിലിനെ സിനിമയിൽ കൈപിടിച്ച് കയറ്റിയതും ഇതേ സ്ഥാപനം തന്നെയാണ്. ഫാസിലിൻ്റെ ഗുരുദക്ഷിണയാണ് കുഞ്ചാക്കോ ബോബൻ്റെ സിനിമാ പ്രവേശം എന്ന് വേണമെങ്കിൽ പറയാം. അച്ഛൻ ബോബൻ കുഞ്ചാക്കോയും സിനിമാ സംവിധായകനും നിർമ്മാതാവുമായിരുന്നു. രണ്ടാം വരവിൽ കുഞ്ചാക്കോ ബോബൻ നല്ലവണ്ണം ശ്രദ്ധയോടെ വേഷങ്ങൾ തിരഞ്ഞെടുത്തു. സെലക്റ്റീവായി. ചോക്ലേറ്റ് ബോയ് എന്ന വിശേഷണം തച്ചുടച്ചു. നല്ലൊരു നടൻ്റെ പരിവേഷം നേടിയെടുത്തു. ഇന്നാത്താൻ കേസുകൂട് എന്ന സിനിമയിൽ കള്ളൻ്റെ വേഷം അദ്ദേഹം ഉജ്ജ്വലമായി അഭിനയിച്ച് ഫലിപ്പിച്ചു. ആ സിനിമയിലെ ദേവദൂതർപ്പാടി എന്ന ഗാനത്തിന് അദ്ദേഹം കളിച്ച ആ വൈറൽ ഡാൻസ് കണ്ട് ജനം അന്താളിച്ചു നിന്നു. പിന്നീട് അഭിനയ സാധ്യതകൾ നിറഞ്ഞ വേഷങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു. പ്രേക്ഷക പ്രശംസയും അവാർഡുകളും അദ്ദേഹത്തിന് നിർലോഭം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഒരുപാട് കാലം മലയാള സിനിമയുടെ നിത്യഹരിത നായകനായി തന്നെ ഇരിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ.